അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلسة السادسة عشر من تدبر سورة الأنعام تحت إشراف ഫഹ്മു ഖുർആൻ അല ഐശരി തരീഖ്. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ സൂറത്തുൽ അൻആം പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ പുതിയ ഭാഗം വായിച്ചു നോക്കി. എന്തോ ഒരു മെസ്സേജ് രാവിലെ ഇട്ടായിരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ബഅദൽ ഫജർ, ബഅദ സ്വലാത്തുൽ ഫജർ നോക്കിയത് കണ്ടു, പക്ഷെ നോക്കാൻ സമയം കിട്ടിയില്ല. കണ്ടു, പക്ഷെ നോക്കാൻ സമയം കിട്ടും. ഓക്കെ, ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഇൻസ്റ്റാൾ ചെയ്തു. ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെന്നാണോ പറഞ്ഞത്? അതെ. എന്നാൽ കാലം നിങ്ങളെ എന്താ പറയാ പിന്തള്ളി മുന്നോട്ട് പോകും. ആ അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിലൊരു ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾക്ക് ഇപ്പം എന്താ പറയാ, ഒരുപക്ഷെ ഈ പറഞ്ഞ മാഡവും ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് പരീക്ഷ പാസ്സായിട്ടുണ്ടാവും. ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷ പാസ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ പേരക്കുട്ടിയെടുത്ത് ഒരു അസൈൻമെന്റ് കൊടുത്തു, ഒരു വർക്ക് കൊടുത്തു. കാരണം എനിക്കത് കുത്തിയൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മോളെടുത്ത് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു. അവൾ പടവള ടൈപ്പ് ചെയ്ത് കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര സ്പീഡാണല്ലോ എന്ന്. അപ്പൊ അവൾ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ മടിത്തട്ടിൽ ലാപ്ടോപ്പുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ നമുക്ക് 60 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡിൽ സർട്ടിഫിക്കറ്റുള്ള ആളിനേക്കാളും വേഗത്തിൽ കുട്ടികൾ ടൈപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് വന്ന് നമ്മളെ ആക്രമിച്ച് കീഴടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ കീഴടക്കണം. മാത്രമല്ല, നമ്മളിപ്പോ ഒരുപാട് തെളിവുകളൊക്കെ പറയുന്നതിന് പകരം അതിലടിച്ചു നോക്കിയാൽ പെട്ടെന്ന് വിതിൻ സെക്കൻഡിൽ അത് തെരഞ്ഞു പിടിച്ച് നമുക്ക് ആൻസർ വരും. അപ്പൊ ഞാനിന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് ഇതിനെ കുറച്ച് കാര്യം നോക്കുമ്പോൾ ഈ ചാറ്റ് GPT തന്നെ അടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കുറേ ബുക്കുകൾ തഫ്സീറുകൾ റെഫർ ചെയ്ത് എടുക്കുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ നമുക്ക് അല്ല സെക്കൻഡുകൾക്കകം നമുക്ക് സംഗതികൾ കിട്ടി. അപ്പൊ അതിനുവേണ്ടിയാണ്. മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞു തരുന്നതിനേക്കാളും ആ ടൂൾ അവിടെ ഉപയോഗിച്ചാൽ, ആ സംഭവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ചകൾ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പൊ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ചാറ്റ് GPTയിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്, അറബി ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അത് പറഞ്ഞാൽ അതിൽ ആൻസർ കിട്ടും. ഒന്ന്. രണ്ടാമത്, ഇതാഅത്തിനെ കുറിച്ചുള്ള അത്തിയുല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആയത്തുകൾ വന്നിട്ടുള്ള എല്ലാമല്ല ചില ആയത്തുകൾ വന്നിട്ടുള്ള ഒരു ക്ലിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു ഐഡിയ നമ്മുടെ മനസ്സ് ആ ഭാഗത്തേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശരി, നമുക്ക് സമയം കുറയാണ്ട് നോക്കാം. ഇന്ന് നമുക്ക് 19 മുതൽ 119 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. കഴിഞ്ഞ ഭാഗം ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ ക്ലൂ തന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് തുടർന്ന് വരുന്ന കുറെ ഭാഗങ്ങൾ. ഇവിടെ കുരു പറയാൻ കാര്യമുണ്ട് എന്നതാണ് വിഷയം. നിങ്ങളെ തിന്നാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ ഭാഗം. അതിനു മുമ്പ് എന്ന് പറഞ്ഞു, ഭൂമിയിലുള്ള അധിക പേരിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ല നിങ്ങളെ അനുസരിച്ചാൽ
അവർ നിങ്ങളെ വഴിതെറ്റിക്കുകയായിരിക്കും ചെയ്യുക. ഈ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അനുസരിക്കാൻ പറഞ്ഞതും അനുസരിക്കരുത് എന്ന് പറഞ്ഞതും, അതായത് അനുസരിച്ചാൽ നിങ്ങളെ അധിക പേരെയും അനുസരിച്ചാൽ അവർ നിങ്ങളെ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞതും, നിങ്ങൾ തിന്നോളീൻ എന്ന് പറഞ്ഞത് ഉലൂമിമ്മ ദുഃഖറസ്മുല്ലാഹി അലൈഹി ഇൻ കുന്തും ആയാത്തി മിനീൻ. അവിടെ എന്തല്ല ഇത്, നിങ്ങൾ തിന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താകും, ഫർളായി പോകും. ഫർളല്ല, മറിച്ചെന്താണ്, നിങ്ങൾ തിന്നുക, നിങ്ങൾ സമാധാനത്തോടുകൂടി തന്നെ തിന്നുക. അള്ളാന്റെ പേര് ഉച്ചരിച്ച് അർത്ഥത്തിന് നിങ്ങൾക്ക് തിന്നാവുന്നതാണ്, ഹലാലാണ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് അനുവദനീയമാണ്, നിങ്ങൾ തിന്നോളി. അതെന്തുകൊണ്ട് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഖുറൈശികൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തില് വേദക്കാരിൽ ചിലർ അങ്ങനെ ഒരു ദുഷ്ചിന്ത സമൂഹത്തിൽ ഇട്ടുകൊടുത്തു എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഞാൻ നേരത്തെ വായിച്ച ഓർമ്മ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് മുശ്രിക്കുകൾ പറഞ്ഞതല്ല, മറിച്ച് എന്താണ്, വേദക്കാര് പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജൂത പണ്ഡിതന്മാർ പാമരരായ അറബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ ആക്ഷേപം ജനിപ്പിക്കാനായി ചില ചോദ്യങ്ങൾ പഠിപ്പിച്ചു. കൂട്ടത്തിൽ ഒന്ന് ഇതായിരുന്നു: ഇതെന്ത് നയമാണ്? അള്ളാഹ് സ്വയം വധിച്ചതിനെ അഥവാ ചത്തതിനെ നിങ്ങൾ ഹറാമാക്കുന്നു, നാം വധിച്ചതിനെ, മനുഷ്യന്മാർ വധിച്ചതിനെ അഥവാ അറുത്തതിനെ ഹലാലാക്കുകയും ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? വേദക്കാരിൽ ചിലർ, ജൂത പണ്ഡിതന്മാരിൽ ചിലർ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത ഒരു ചർച്ചയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, അങ്ങനെ പറയുന്നവരെ നിങ്ങൾ അനുസരിച്ചാൽ സബീലില്ല, അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർ നിങ്ങൾ തെറ്റിക്കും. മറിച്ച് അള്ളാന്റെ പേരിൽ അർത്ഥത്തിന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون أومن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله الله أعلم حيث يجعل رسالته سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. അപ്പോ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഒമാലക്കും, എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അല്ലാ തഅകുലു തിന്നാതിരിക്കുന്നതിന് അൻ ലാ തഅകുലു. അപ്പോ അന്ന് ചേർന്നിട്ട് എന്താണ്? ക്രിയാധാതുവിന്റെ അർത്ഥമാണ്.
തിന്നാതിരിക്കുക എന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ തിന്നാതിരിക്കുന്നത്? മിമ്മ ദുഃഖിറസ്മുല്ലാഹി അലൈഹി, മിമ്മ ഒന്നിൽ നിന്ന്, ദുഃഖിറസ്മുല്ലാഹി അലൈഹി അള്ളാന്റെ നാമം അതിൽ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ നാമം ഉച്ചരിച്ച് അറുക്കപ്പെട്ടതിനെ തിന്നാതിരിക്കാൻ എന്താ കാരണം? വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും. വഖദ് ഫസ്സല ലക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വിശദീകരിച്ചു. ഫസ്സല വിശദീകരിച്ചു തന്നിരിക്കുന്നു. ബിയാനവ തഫ്സീലി കുല്ലി ഷൈ എന്ന് പറഞ്ഞത് അതേപോലെ തഫ്സീൽ, ഫസ്സലിനെ തഫ്സീൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതോ. ഫഖദ് ഫസ്സല ലക്കും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫഖദ് ഫസ്സല ലക്കും നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മാ ഹറമ അലൈക്കും എന്താണോ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നത്. അപ്പൊ അൻആം സൂറത്ത് എവിടെ അവതരിച്ചതാണ്? മക്കി സൂറയാണോ മദനി സൂറയാണോ? മക്കി സൂറയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. നമ്മൾ പഠിച്ച അൽ ബഖറ, അൽ ഇമ്രാൻ, നിസാ, മാഇദ ഇതെല്ലാം മദനി സൂറത്തുകളാണ്. അപ്പൊ നമ്മള് ബഖറയിൽ തന്നെ ഹറാമാക്കിയവയെ കുറിച്ച് പഠിച്ചിരുന്നു. അതേപോലെ അൽ മാഇദയിൽ ഹറാമാക്കിയ വസ്തുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അപ്പൊ എന്താണ്? മാ ഹറമ അലൈക്കും നിങ്ങൾക്ക് ഹറാമാക്കിയതിന് അത് ഫസ്സല ഓൾറെഡി എക്സ്പ്ലൈൻഡ്. എന്താണോ ഹറാമാക്കിയത് അതിനെ നാം നേരത്തെ തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോ. ഇല്ല മൗത്തുരിർത്തും ഇലൈഹി ഇൽത്തറ നിർബന്ധിതനായി, ഇൽത്തറർത്തും. അപ്പൊ ഉത്തുര്യർത്തും എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടു, നിർബന്ധിതനായി എന്ന് പറയും. ഇൽത്തറയുടെ കർമ്മണി പ്രയോഗമാണ് ഉൽത്തുറ. ഉൽത്തുറു കഴിഞ്ഞിട്ട് ഉൽത്തുര്യർത്തും എന്നാണ് പറയുക. ഉൽത്തുര്യർത്തും നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിതരായി. ഇലഹി അതിലേക്ക്. അപ്പൊ നിങ്ങൾ നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൂറത്ത് നഹലില് 115 അധ്യായത്തില് അത് വന്നിട്ടുണ്ട്. അതെ, 115 സൂക്തത്തിൽ, സൂറത്ത് നഹൽ അധ്യായത്തില് 115 സൂക്തത്തിൽ അത് വന്നിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ ഇതിൽ തന്നെ ടൈപ്പ് ചെയ്ത് നോക്കി. നമ്മളെ പേജ് മറിക്കേണ്ട, ആപ്ലിക്കേഷൻ എടുത്ത് നോക്കണ്ട, ഇതിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് എന്താണ് ആവശ്യം അത് പറഞ്ഞു കൊടുത്താൽ അപ്പൊ തന്നെ ആൻസർ കിട്ടും. നമ്മള് ബ്രൗസ് ചെയ്യുന്ന പോലെയുമില്ല. ബ്രൗസ് ചെയ്യുമ്പോൾ ബ്രൗസ് ചെയ്യുന്ന ആ പോയിന്റ് എന്താണ് അത് മാത്രമേ നോക്കുള്ളൂ. ChatGPT പോലുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ആശയം കൊടുത്താൽ ആ ആശയം നോക്കിയിട്ട് അതിന്റെ ഉത്തരം തരും. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഉടനെ തന്നെ കിട്ടി. എന്താണ് സൂറത്ത് നഹൽ 115 സൂക്തം? إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به. നമ്മൾ അൽ ബഖറയെ പഠിച്ചതുപോലെ തന്നെയാണ്. ഇന്നമ ഹറമ അലൈക്കും നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പൊ ഇന്നമ പറഞ്ഞോളൂ, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാതായി. ഹറാമാക്കിയിരിക്കുന്നത് ഇത് മാത്രമാണ്. അപ്പൊ ഈ ഹറാമാക്കിയവയെ കുറിച്ച് വ്യക്തമാക്കി അൽ ബഖറയിൽ നമ്മൾ എന്താണ് പഠിച്ചത് അതേ സംഭവം ഇത് നേരത്തെ തന്നെ അന്നഹൽ അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടത് എന്താണോ, അത് നിങ്ങൾക്ക് ഹറാമായത് എന്താണോ നിങ്ങൾക്ക് അള്ളാഹ് ഹറമ അലൈക്കും. ആ ഹറമ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ഹറാമാക്കി. അള്ളാഹ് നിങ്ങൾക്ക് അല്ലാ തഅകുലു മിമ്മാ ദുക്കിറ ഇസ്മുല്ലാഹി എന്ന് പറഞ്ഞല്ലോ.
ഇസ്മുല്ലാഹി ആ പറഞ്ഞ ലഫ്ലുൽ ജലാലത്തിലേക്ക് മടങ്ങുന്നതാണ് ഹറമയിലെ സർവനാമം. ആര് ഹറാമാക്കി? അവൻ ഹറാമാക്കി. ഏതൊരുവന്റെ നാമമാണോ നിങ്ങൾ ഉച്ചരിക്കുന്നത് ആർക്കാണ് ഉച്ചരിക്കുന്നത്, അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഹറാമാക്കിയിരിക്കുന്നു. അപ്പം ആ ഹറാമാക്കിയതിനെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഫഖദ് ഫസ്സലക്കും, അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. മാ ഹറമ, അവൻ എന്താണോ ഹറാമാക്കിയതിന് അത് അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഖുർആൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം എന്താണ്? സുവ്യക്തമാംവിധം വ്യത്യസ്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഹറമായ വസ്തുക്കളെ കുറിച്ച് വളരെ വ്യക്തമായി വ്യത്യസ്ത അധ്യായങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്. അൽ ബക്കറയിൽ പറഞ്ഞു, അൽ നിസായിൽ പറഞ്ഞു, അതേപോലെ അൽ മാഇദയിൽ പറഞ്ഞു, അൽ നഹലിൽ പറഞ്ഞു. അതെല്ലാം സുവ്യക്തമായിട്ടുണ്ട്. അപ്പം മരിച്ചതിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് സ്വയം മരിച്ചവരെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു, ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ചത്തതിനെ തിന്നാൻ പാടില്ലാത്തത് ഏതൊക്കെയാണെന്ന്, ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിശദമായി അൽ-മാഇദ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, വദ്ദമ എന്ന് പറഞ്ഞിടത്ത് അൽ ബഖറയിൽ ദം പറഞ്ഞിട്ടുണ്ട്. അദ്ദമ എന്ന് പറഞ്ഞിടത്ത് അതിന്റെ വിശദീകരണമായിട്ട് ദമൻ മസ്ഫൂഹൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസാലാണെന്നിന്റെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതിനെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് വഖദ് ഫസ്സലക്കും, നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഹറമാലേക്കും ഇല്ല മൗതുര്യർത്ഥം, നിർബന്ധിത സാഹചര്യം അത് വേറെ, അതിനെക്കുറിച്ചും വേറെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധിത സാഹചര്യം വഴിയെ അള്ളാന്റെ നാമം ഉച്ചരിച്ച് അർത്ഥത്തിനെ മാത്രമേ തിന്നാവൂ. അപ്പൊ എന്താണ് ഇവിടെ ഈ അന്നഹരിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറക്കുന്നത് പിന്നെ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെടുന്നത് പറഞ്ഞ രണ്ട് സംഗതിയും അവിടെ വ്യക്തമാണ്. ഒന്ന്, മനസ്സിൽ കരുതുക അള്ളാഹ് അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്, പ്രീതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിൽ കരുതുക, അങ്ങനെ അർത്ഥത്തിനെ തിന്നാൻ പാടില്ല. അതേപോലെ അള്ളാഹ് അല്ലാത്തവരുടെ പേര് പറഞ്ഞിട്ട് അർത്ഥം തിന്നാൻ പാടില്ല. അതേപോലെ അള്ളാഹിന്റെ പേര് ഉച്ചരിക്കാതെ അർത്ഥത്തിനെ തിന്നാൻ പാടില്ല. എല്ലാം വ്യക്തമാണ്. അപ്പൊ ഇത് വ്യക്തമാക്കി തന്നിരിക്കെ പിന്നെ അള്ളാഹിന്റെ പേരിൽ അർത്ഥത്തിനെ തിന്നാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? അതാണ് ചോദ്യം. വൈന കസീറൻ, അപ്പൊ സൂചന എവിടെയാണ്? വൈന കസീറൻ യുദില്ലൂന ബി അഹ്വാഇഹിം ബിഗൈരി ഇൽമി. എവിടെയാ സൂചന? നേരത്തെ പറഞ്ഞ ജൂത പണ്ഡിതന്മാർ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കിടയിൽ ഇട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഓ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവമല്ലേ ഈ ചത്തതിനെ കൊന്നത്? ദൈവമാണല്ലോ. സ്വയം ചത്തത് എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെ തിന്നാൻ പാടില്ല. ഈ മനുഷ്യന്മാരെ അർത്ഥത്തിനെ ദൈവനാമം ഉച്ചരിച്ചിട്ടാണെങ്കിലും മനുഷ്യന്മാരെ അർത്ഥത്തിനെ തിന്നാമെന്നാണോ പറയുന്നത്? അത് നല്ല കഥയാണ് എന്നാണ് അവര് ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ അവര് ഇട്ടുകൊടുത്ത ആശയം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൈന്ന കസീറൻ, അധിക പേരും യുദില്ലൂന, അവരെന്ത് ചെയ്യാണ്? വഴി തെറ്റിക്കുകയാണ്. ഇവിടെ കസീർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കസീർ എന്താ ചെയ്യുന്നത്? കസീർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയും? ഭൂരിപക്ഷം. ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതല്ല നിയമം. അതേസമയം അടിസ്ഥാന നിയമങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതായത് അലംഘനീയമായ ചില നിയമങ്ങൾ വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയുമല്ലോ, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്ത ചില അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഉണ്ടാകണം. ആ അടിസ്ഥാന സിദ്ധാന്തങ്ങളുടെ മേൽ പടുത്തുയർത്തിയത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എന്നൊന്നും നിലനിൽക്കുള്ളൂ. അപ്പൊ അതല്ലാതെ കുറെ ആൾക്കാർ ബഹുഭൂരിപക്ഷം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിയമമാവില്ല. എവിടെ പറയാണ്? ഇനി ഒരു യൂത പണ്ഡിതനല്ല, 1000 പണ്ഡിതന്മാർ പറഞ്ഞാലും ശരിയല്ലാത്തത് ശരിയല്ല തന്നെയാണ്. അതാണ് വൈന കസീറൻ, അധിക പേരും ലയുദില്ലൂന ബി അഹ്വാഇഹിം, അവർ പിഴപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരുടെ ദേഹേച്ഛ കാരണം. ബി അഹ്വാഇഹിം, ഹവ, ദേഹേച്ഛ. ആ ദേഹേച്ഛയെ കുറിച്ച് എന്ത് പറഞ്ഞു അള്ളാഹ്? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. അതുവരെ എത്തും.
അതായത് ഒരാൾ സ്വന്തം താല്പര്യപ്രകാരം ഒരു കാര്യം ചെയ്യുന്ന വിചാരിച്ചു. തന്റെ ഇംഗിതത്തിന് താല്പര്യത്തിനനുസരിച്ച് തന്റെ സ്വാർത്ഥ താല്പര്യപ്രകാരം ഒരു കാര്യം ചെറിയൊരു കാര്യം ചെയ്യുന്ന വിചാരിച്ചു. പിന്നീട് അയാൾ അതിനും വലുത് തന്റെ താല്പര്യത്തിന് വേണ്ടി ചെയ്യാൻ നോക്കും. അതിനും വലുത് ചെയ്യാൻ നോക്കും. അവസാനം അയാള് ആ സ്വാർത്ഥ താല്പര്യത്തിന് ദേഹേച്ഛയ്ക്ക് അടിമയായിത്തീരും. മലയാളത്തിൽ നമ്മൾ പറഞ്ഞ അക്ഷരാർത്ഥം തന്നെ അടിമയായിത്തീരും. അപ്പൊ എന്താവും? ഇത്തഹദ ഇലാഹു, തന്റെ ഇലാഹാക്കിയവനെ, തന്റെ ഹവയെ ദേഹേച്ഛ ഇലാഹാക്കിയവനെ കണ്ടോ, അതുവരെ പോകും. യുദില്ലൂന ബി അഹ്വാഇഹിം, അവരുടെ ദേഹേച്ഛ പ്രകാരം അല്ലെങ്കിൽ ദേഹേച്ഛയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ജനങ്ങളെ തെറ്റിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? ബിഗൈരി ഇൽമിൻ, വിതൗട്ട് എനി നോളജ്, ഒരു വിവരവുമില്ല അവർക്ക്. വിവരം ഉണ്ടെങ്കിൽ അടിസ്ഥാന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വേണം. ഒരു ജൂത പണ്ഡിതനാണ് പറയുന്നതെങ്കിൽ അയാളുടെ കിതാബിൽ അത് ഉണ്ടോ നോക്കണം. അവർക്ക് നൽകപ്പെട്ട കിതാബ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തോറയാണ് പറയുന്നത്. ഒറിജിനൽ തോറ പിന്നീട് എഴുതപ്പെട്ടതല്ല. ആ തോറയൊക്കെ അവരെന്ത് ചെയ്തു? കൈമാഷ് നഷ്ടപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഓർമ്മയിൽ നിന്നും എഴുതിയെടുത്തതാണ്. ഓർമ്മയിൽ നിന്നും എഴുതപ്പെട്ട സംഗതികൾക്ക് എന്ത് പറയും? സ്മൃതി എന്ന് പറയും. സ്മരിച്ചെഴുതിയത് സ്മൃതികൾ. പിന്നെ ചിലര് കേട്ടെഴുതിയത് ഉണ്ട്. കേട്ടെഴുതിയതെന്ന് പറയും ശ്രുതി എന്ന് പറയും. അപ്പൊ ശ്രുതിയിലും സ്മൃതിയിലും രചിക്കപ്പെട്ടതൊന്നും എന്തല്ല? അടിസ്ഥാന നിയമങ്ങളല്ല. എന്ത് വേണം? യഥാർത്ഥ വിവരം വേണം. യഥാർത്ഥ വിവരം എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്തു എന്നതിനെ തെളിവ് അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ഖുർആൻ എടുത്ത് നോക്കൂ. ഖുർആനിലെ എല്ലാ പ്രിന്റിന്റെയും അവസാനം എഴുതിയിട്ടുണ്ടാവും ഇത് ഏത് വഴിക്കാണ് കിട്ടിയത് എന്ന്. ഏതെങ്കിലും ഒരു സ്മൃതിയോ ശ്രുതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഴയ നിയമോ പുതിയ നിയമോ എടുത്തു നോക്കുക. അതിൽ ഏത് വഴിയാണ് വന്നത് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടോ? മാത്രമല്ല ഇത് അവരുടെ പൊതുസമ്മേളനം അല്ലെങ്കിൽ സിനഗോഹോ ഇതൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരാൾ എഴുതിയ ലേഖനത്തെ വേദപുസ്തകത്തിലേക്ക് ചേർക്കാൻ വേണ്ടി അവർ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചത് ഏത് യോഗത്തിലാണ് എന്ന് എഴുതിയിട്ടുണ്ടോ? അതുപോലും എഴുതിയിട്ടില്ല. അപ്പൊ ഇത് ഈ സോ ആൻഡ് സോ വെർഷൻ ആണെന്ന് പറയും. കിങ് ജെയിംസ് വെർഷൻ ആണ്, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും വെർഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ ലേഖനം ഏത് യോഗത്തിൽ വെച്ചാണ് ഇതിലേക്ക് ചേർക്കാൻ അപ്രൂവ് ചെയ്തത് എന്ന് പോലും എഴുതിയിട്ടില്ല. അത് നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ അതിന്റെ അവസാനം കാണാം ഇത് ഇന്നിന്ന സഹാബികൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബിമാർ കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൽ നിന്നും കേട്ടതും ജിബ്രീൽ അള്ളാഹിൽ നിന്നും കേട്ടതാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നോളജ് എന്ന് പറയുന്ന വിവരം. ബാക്കിയുള്ളവർ സംസാരിക്കുന്നില്ല എന്താണ്? വിതൗട്ട് എനി നോളജ്, ബിഗൈരി ഇൽം. ഇന്ന റബ്ബക ഹുവ അഅലമു. രക്ഷിതാവുണ്ടല്ലോ, രക്ഷിതാവാണ് നന്നായിട്ട് അറിയുന്നത്. ബിൽ മുഅ്തദീൻ, ഹുവ അഅലമു എന്ന് പറയുന്നത് തന്നെ സ്വതന്ത്രമായ ഒരു പ്രസ്താവനയാണ്. ഇന്ന റബ്ബക ഹുവ അഅലം. അവിടെ റബ്ബ് എന്ന സംഗതിയാണ് ഉപയോഗിച്ചത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് ഇലാഹ് എന്ന് പറയുമ്പോൾ ഇലാഹാണ് ആരാധ്യൻ. ഈ ഇലാഹ് എന്ന് പറയുന്നതിന്റെ അൽ ചേർന്നതാണല്ലോ അൽ ഇലാഹ് അഥവാ അള്ളാഹ്. അപ്പൊ അള്ളാഹ് എന്ന് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യനായ അള്ളാഹ് പറഞ്ഞു എന്ന്, അല്ല അള്ളയാണ് നന്നായിട്ട് അറിയുന്നവൻ എന്ന് പറയുന്നതിന് അപ്പുറം എന്ത് ചെയ്ത് പറഞ്ഞു? നിങ്ങളെ രക്ഷിതാവാരാണോ, നിങ്ങളെ സൃഷ്ടിച്ച ശേഷം പരിപാലിക്കുകയും വളർത്തുകയും പടിപടിയായി കൊണ്ട് ഓരോ സന്ദർഭത്തിലും ആവശ്യമായ സംഗതിയെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ജ്ഞാനി. അവനറിയാൻ നിങ്ങൾക്ക് എന്ത് എൽമ് നൽകണമെന്ന്, നിങ്ങളുടെ ഭാവി എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഭാവി ഭാസുരമാകണമെങ്കിൽ എന്താകണം, എന്ത് ചെയ്യണമെന്ന് അവനാണ് കൃത്യമായിട്ട് അറിയുക. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ പൂജാരികളെയോ ഒന്നും ഫോളോ ചെയ്താൽ അതെന്താവില്ല, ഒറിജിനൽ അറിവാവുകയില്ല. അവനാണ് അറിയുന്നത്. ബിൽ മുഅ്തദീൻ. മുഅ്തദീന്റെ ഫേല് മാതി എന്താണ്? പരിധി ലംഘിച്ചു പോയവരെ, അതിക്രമികാരികളെ കുറിച്ച് നന്നായി അറിയുന്നവനും റബ്ബ് തന്നെയാണ്. അതിന്റെ ഒന്നാമത്തെ വാക്കിന്റെ മാതി എന്താ?
പ്രയോഗം വസിറ വതിറ. ആ, അപ്പൊ വതിറ പ്രയോഗത്തിലില്ല, അതായത് മാളി പ്രയോഗത്തിൽ. മുലാരിയാണ് പ്രയോഗത്തിലുള്ളത്. മുലാരിയാണ് പ്രയോഗത്തിലെന്ന് പറയുമ്പം ഇവിടെ എന്ത് വന്നിരിക്കുന്നു? കൽപ്പനയും മുതൽ. മുലാരി എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ കൽപ്പനയും വിരോധക്രിയൊക്കെ ഉണ്ടാവും. അപ്പോ ലാത്തദർ വന്നിട്ടുണ്ട്, അതേപോലെ ദർ വന്നിട്ടുണ്ട്, യദർ വന്നിട്ടുണ്ട്. അപ്പൊ അപൂർണ ക്രിയ കാണാം, അതേപോലെ കൽപ്പന വിരോധ ക്രിയകളൊക്കെ കാണാം. ലാഹിറൽ ഇസ്മി ബാത്തിനഹു. അപ്പൊ ഇസ്മ പ്രത്യക്ഷമായതും പരോക്ഷമായതിനും നിങ്ങൾ ലാഹിർ, ലഹറ എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടു, ലാഹിർ വെളിവായത്, പ്രത്യക്ഷമായത്. ഇസ്മ പാപം ബാത്തിനഹു. ബാത്തിൻ എന്ന് പറഞ്ഞാൽ വയറാണ്, ബാത്തിന് വയർ. ബത്താനിയ എന്ന് പറഞ്ഞാൽ മൂടി കിടക്കുന്നതാണ്, അങ്ങനെ മൂടി കിടക്കുന്നതാണ് ബത്താനിയ, കമ്പിളി. അതേപോലെ ബാത്തിന്, ബത്തന് വയറ്, ബാത്തിന് ഉള്ളിലുള്ളത്, ബാത്തിന് ഉള്ളിലുള്ളത്. ലാഹിറൽ ഇസ്മി വ ബാത്തിനഹു. അപ്പൊ ലഹറിന് മുതുകെന്ന് പറയും, വെളിവായത് എന്ന അർത്ഥത്തിൽ, പുറത്തുള്ളത് മലയാളത്തിൽ പറയുന്നില്ല. മലയാളത്തിൽ പുറമെന്ന് പറയില്ല മുതുകിന്. അപ്പൊ ബാത്തിനുള്ളിലുള്ള, അപ്പം പ്രത്യക്ഷമായതും പരോക്ഷമായ തിന്മകളെ ഒഴിവാക്കും. ഇന്നല്ലതിനെ എക്സിബൂനലിസ്ന, പാപം ചെയ്യുന്നവർ. എക്സിബ് സമ്പാദിച്ചു, പാപം സമ്പാദിക്കുന്നവർ, പാപം ചെയ്യുന്നവർ, പ്രവർത്തിക്കുന്നവർ. സയുജിസൗന. യുജിസൗന എന്ന് പറയുമ്പോൾ ജസ യജിസിയുടെ കർമ്മണി പ്രയോഗമാണ്. യജിസി പ്രതിഫലം നൽകും, യുജിസ പ്രതിഫലം നൽകപ്പെടും, യുജിസൗന അവർ പ്രതിഫലം നൽകപ്പെടും. ബിമാക്കാനു യഖ്തരിഫൂൻ. യഖ്തറഫ യഖ്തരിഫു എന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്ത് കൂട്ടി. കസബ സമ്പാദിച്ചു, പ്രവർത്തിച്ചു. യഖ്തറഫയും ചെയ്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മറിച്ചെന്താണ്? അങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുക, തുടർച്ചയായി തെറ്റുകൾ ചെയ്തു എന്ന അർത്ഥത്തിലാണ് ജിസൗന ബിമാക്കാനും യഖ്തരിഫൂൻ. അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും. ലാ തഅകുലു, പിന്നീട് പറയും ലാ തഅകുലു, തിന്നരുത്. മിമ്മാ ലം യുസ്കർ ഇസ്മുല്ലാഹി, ലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി, ഏതൊന്നിന്റെ മേൽ അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലയോ അത് തിന്നാൻ പാടില്ല. അപ്പം അറക്കുന്നതിന് തിന്നാൻ ഹലാലാക്കപ്പെട്ട ജീവികളെ അള്ളാ പറഞ്ഞ പ്രകാരം, റസൂൽ പഠിപ്പിച്ച പ്രകാരം അറുത്ത് അള്ളാന്റെ നാമം ഉച്ചരിച്ച് അറുത്തതിനെ മാത്രമേ തിന്നാവൂ. ലാ തഅകുലു മിമ്മാ ലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി, ഏതൊന്നിന്റെ മേൽ അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നില്ലയോ അതിനെ തിന്നാൻ പാടില്ല. ഇന്നഹു ലഫിസ്ഖ്, ഇന്നഹു ലഫിസ്ഖ്. നിങ്ങളുടെ ചിന്ത ഒന്നും വ്യതിചരിച്ചു പോകാൻ പാടില്ല. മരിച്ചതും അള്ളാഹ് കൊന്നാണ്, മനുഷ്യന്മാരെ കൊന്നതിനെ തിന്നാം, അള്ളാഹ് കൊന്നതിനെ തിന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്നഹു, തീർച്ചയായും അത് ലഫിസ്ഖ്. ഞാൻ പറയാമല്ലോ, രണ്ട് സ്ട്രെസ്, ഡബിൾ സ്ട്രെസ്സിങ് ഉപയോഗിക്കാവുന്ന ഒരു ഘടനയാണ് അറബി ഭാഷയിലുള്ളത്. ഡബിൾ സ്ട്രെസ്സിങ് വേണ്ട സ്ഥലത്തൊക്കെ ഡബിൾ സ്ട്രെസ്സിങ് കൊടുക്കാൻ പറ്റും, ആവർത്തിച്ചുള്ള എംഫസൈസിങ്. ഇന്നഹു, തീർച്ചയായും അത് ലഫിസ്ഖ്. അപ്പൊ ഇന്നയുടെ രണ്ടാം ഭാഗത്തിൽ എല്ലാവരും എന്നാണ് പറയുന്നത്, അതാണ് ല. തീർച്ചയായും അത് ഫിസ്ഖ്, അധർമ്മം തന്നെയാണ്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന അർത്ഥം ഇഖ്റാജ് മിൻ തആത്തില്ല, അള്ളാഹിന്റെ അനുസരണത്തിൽ നിന്നും പുറത്തു പോവുക. അള്ളാഹെ അനുസരിക്കുന്നതിൽ നിന്നും പുറത്തു പോകുന്നതിനാണ് ഫിസ്ഖ് എന്ന് പറയുന്നത്. അധർമ്മം നമ്മൾ മലയാളത്തില് വേറെ വാക്കുകളില്ലാത്തുള്ള അധർമ്മം എന്നൊക്കെ പറയുന്നത്. ധർമ്മം അധർമ്മം എന്നൊക്കെ വാക്കുകളൊന്നും ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇവിടെ എന്താണ് തെറ്റ്? അതായത് അള്ളാഹെ അനുസരിക്കുന്നതിൽ നിന്നും പുറത്തു പോകലാണ് ഫിസ്ഖ്. അത് എന്താ വാക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. വഇന്ന ശയാത്തീന, തീർച്ചയായും ചെകുത്താന്മാർ. ചെകുത്താന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അള്ളാന്റെ കൽപ്പനയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന, അള്ളാന്റെ കൽപ്പനയെ
നിന്നും വ്യതിചലിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ദുഷിച്ച ചിന്തകൾ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന എല്ലാവരും ഇന്ന ഷയാഫീന ചെകുത്താന്മാർ യൂഹൂന അവരെന്ത് ചെയ്യുന്നു? മന്ത്രിക്കുന്നു, മനസ്സിൽ മന്ത്രിച്ചു കൊടുക്കുന്നു. ഇവിടെ ദിവ്യബോധനം എന്നല്ല, ഹായ് വഹി എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം എന്ന് പറയുന്നത് മനസ്സിൽ അറിയാതെ, അതായത് പുറമെ ആരും കാണാതെ എന്ത് ചെയ്യുന്നു, മറ്റൊരു ലക്ഷണവും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, അവർ മനസ്സിൽ ഇട്ടു കൊടുക്കുന്നു. അതിനാണ് യഹൂന എന്ന് പറയുന്നത്. ഇന്ന ഷയാത്തീന ചെകുത്താന്മാർ തീർച്ചയായും ഇട്ടുകൊടുക്കും ഇല ഔലിയാഇഹിം അവരുടെ മിത്രങ്ങൾക്ക് ഇട്ടുകൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ഈ യുജാദിലൂക്കും അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി. അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി. ജാദല തർക്കിച്ചു. ലി യുജാദിലൂക്കും. അപ്പൊ ലീ വന്നിട്ട് ലാമത്തെ അലിയിൽ വന്നപ്പോ അൻ മറിഞ്ഞാണ് ചെയ്യുന്നത്. നസ്ബിയുണ്ട്. നസ്ബി ചെയ്തപ്പോഴാണ് നൂനു സംശയം നീങ്ങി പോയത്. യുജാദിലൂക്കും, യുജാദിലൂനെയാണ് ഒറിജിനൽ. ഈ യുജാദിലൂക്കും അവർ നിങ്ങളോട് തർക്കിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ചെകുത്താന്മാർ അവരുടെ രക്ഷകർത്താക്കൾക്ക് ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ആത്മമിത്രങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അപ്പൊ നിങ്ങളോട് വന്ന് ദുഷ്ചിന്തകൾ പറയുന്നത് ആരാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം? ചെകുത്താന്മാരുടെ ഔലിയാക്കളാണെന്ന് പറയും. അള്ളാന്റെ ഔലിയാക്കളല്ല, ചെകുത്താന്മാരുടെ മിത്രങ്ങളാണ് നിങ്ങളുടെ അടുക്കൽ വന്ന് ദൈവിക വചനങ്ങളെ കുറിച്ച് ദുഷ്ചിന്ത ഉണ്ടാക്കുന്ന ആശയങ്ങൾ ഇട്ടു തരുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞു? മൂഹും നിങ്ങൾ അവരെ അനുസരിച്ചാൽ. അത്താഴത്ത് മൂഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു വാവ് വന്നുണ്ട്. വാവെങ്ങനെ വന്നത്? അത്താഴത്തും അതിന്റെ കൂടെ ഹും ചേർത്തതാണ്. അത്താഴത്തും ഇതിന്റെ കൂടെ ഹും ചേർക്കുമ്പോൾ അത്താഴത്തും ഹും എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു വാവ്, ദീർഘത്തിന്റെ വാവ് ചേർത്തിട്ടാണ് സർവനാമം ഒബ്ജക്റ്റ് ആയിട്ട് ചേർക്കുന്നത്. ബഹുവചനത്തിന്റെ നിയമം വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. താഴ്ത്തും അതിന്റെ കൂടെ സർവനാമം ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താഴ്ത്തും ഹു എന്നോ ഹും എന്നോ പറയാൻ പറ്റില്ല. താഴ്ത്തുമൂഹു അല്ലെങ്കിൽ ലറബത്തും ഇതിന്റെ കൂടെ ഹു ചേർക്കണമെങ്കിൽ ലറബത്തുമൂഹു എന്നാ പറയാ. ഹും ആണെങ്കിൽ ലറബത്തുമൂഹും, നിങ്ങൾ അവരെ അടിച്ചു. അത്താഴ്ത്തുമൂഹും നിങ്ങൾ അവരെ അനുസരിച്ചാൽ ഇന്നക്കും ലമുശ്രിക്കൂ നിങ്ങൾ എന്താകും? മുശ്രിക്കുകളാകും. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സൂക്തമാണ് ഈ സൂക്തം. അത്താഴ്ത്തുമൂഹും നിങ്ങൾ അവരെ അനുസരിച്ചാൽ ഇന്നക്കും ലമുശ്രിക്കൂ നിങ്ങൾ മുശ്രിക്കുകളാകും. അപ്പൊ നമ്മൾ വാപ്പ അനുസരിച്ചാൽ മുശ്രിക്കാവും, ഉമ്മ അനുസരിച്ചാൽ മുശ്രിക്കാവും, ഉസ്താദിനെ അനുസരിച്ചാൽ മുശ്രിക്കാവും, സഹോദരനെ അനുസരിച്ചാൽ മുശ്രിക്കാവും. ആരെ അനുസരിച്ചാൽ മുശ്രിക്കാകും? എപ്പോൾ മുശ്രിക്കാകും? ചാറ്റ് GPT ചോദിച്ചാലും മതി, എന്നിട്ട് കിട്ടുന്ന മറുപടി എനിക്കിവിടെ പറഞ്ഞു ഷെയർ ചെയ്ത്. അതുകൊണ്ടാണ് ഇതാഅത്ത് ഫിൽ ഖുർആൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പറയും. അൽ ഇതാഅത്ത് ഫിൽ ഖുർആൻ. അതാഅ യുതീഉ, ഇതാഅത്ത് എന്നല്ലേ പറയാം. അതാഅ യുതീഉ അനുസരിച്ചു, ഇതാഅത്തിന് അനുസരണം. അപ്പോ ആരെ അനുസരിച്ചാലാണ്, എപ്പോഴാണ് ശിർക്കാവുന്നത്? അതിന്റെ ഒരു ആര് പറഞ്ഞ ഉദ്ധരണി ഇട്ടത്? ഇബ്നു ബാസിന്റെ ഒരു ഉദ്ധരണിയാണ് ഞാൻ ഇട്ടത്. ഇബ്നു ബാസ് എന്താ പറഞ്ഞത്? ഖാലൽ അല്ലാമ ഇബ്നു ബാസ്. മാത്രമല്ല, നിങ്ങൾ ഇത് അറബി വായിച്ച് പഠിക്കാൻ വേണ്ടി കൂടെയാണ് ഇട്ടേക്കുന്നത്. فإياك أن تطيع من أمري أن تطيع من أمرك بالباطل. فإياك നീ സൂക്ഷിച്ചോളണം. ഇയ്യാക്ക നീ സൂക്ഷിച്ചോളണം. ഇയ്യ ഉപയോഗിക്കുന്നത് എന്താണ്? ബിവേർ എന്ന അർത്ഥത്തിനാണ്. ബിവേർ, സൂക്ഷിച്ചോ. ഇയ്യാക്കും വൽ കൽബം എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പട്ടിയുണ്ട്, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ, ബി കെയർഫുൾ എന്ന അർത്ഥത്തിലാണ്
ഇയ്യാക്ക ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അറിവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും. ഇയ്യാക്ക അൻ തുതിഅ മൻ അമറക ബിൽ ബാത്തിൽ, തെറ്റായ കാര്യം നിന്നോട് കൽപ്പിക്കുന്നവനെ നീ ടേക്ക് കെയർ ചെയ്യുക, സൂക്ഷിച്ചോളുക. വലവുക്കാന അഹാക്ക, അത് നിന്റെ സഹോദരനാണെങ്കിൽ പോലും. വലവുക്കാന അബാക്ക, അത് നിന്റെ ഉപ്പയാണെങ്കിൽ പോലും. വലവുക്കാന സദീഖുക, അത് നിന്റെ സുഹൃത്താണെങ്കിൽ പോലും. ലാ തുതി അഹദൻ, ഒരുത്തനെയും അനുസരിച്ച് പോകരുത്. ഫിൽ ബാത്തിലി, തെറ്റായ കാര്യത്തിൽ. അബദൻ, നെവർ എവർ, ഒരിക്കലും ഒരാളെയും തെറ്റായ കാര്യത്തിൽ അനുസരിച്ചു പോകരുത്. യഖൂലുൻ നബി, എന്നിട്ടാണ് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നത്. യഖൂലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമത്താഅതു, അനുസരണം എന്നാൽ ഫിൽ മഅറൂഫ്, നന്മയിൽ മാത്രമേ ഉള്ളൂ. ലാ താഅത, എന്താണ് അവിടെ വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്. ലാ താഅത, അനുസരണമേ ഇല്ല. ലി മഖ്ലൂഖിൻ, സൃഷ്ടിക്ക് വേണ്ടി, സൃഷ്ടിയെ അനുസരിക്കലേ ഇല്ല. ഫി മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട്. അങ്ങനെ സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കുകയാണെങ്കിൽ, അതായത് അള്ളയുടെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെയെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും? ഇന്നക്കും ലമുശ്രികൂൻ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവും, മുശ്രിക്കാവും. അവമൻകാന, നമ്മൾ ചില സമയങ്ങളിലൊക്കെ പറയും പിന്നെ സക്കാത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മുശ്രിക്കാവുന്നത്. സക്കാത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ആവുന്നത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഡയറക്റ്റ് ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ മുശ്രിക്കാകും എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് അനുസരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവരെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഹദീസിൽ പറഞ്ഞു ഏതനുസരണമാണെന്ന്. അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ മുശ്രിക്കാകും. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി. ഇവിടെ ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഒന്നാമത്തെ ഭാഗത്തിന്റെ അർത്ഥം പറയാം. ജഅൽനാഹു നൂറൻ, നാം അവൻ എന്ത് കൊടുത്തു? നൂറ് കൊടുത്തു. യംശി ബിഹി, അതുകൊണ്ട് നടക്കുന്നതിന് വേണ്ടി, അവന് നടക്കുന്നതിന് വേണ്ടി പ്രകാശം കൊടുത്തു. യംശി ബിഹി ഫിന്നാസി, ജനങ്ങൾക്കിടയിൽ അവൻ ഇറങ്ങി നടക്കുന്നതിന് വേണ്ടി എന്ത് കൊടുത്തു? പ്രകാശം കൊടുത്തു. അപ്പോ ആ പ്രകാശം കൊടുത്തതിനെ കുറിച്ച് അതുകൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒന്നാം ഭാഗം. അവമൻ കാന മൈതൻ, നിർജീവമായവനെ പോലെയാണോ? ഫഅഹ്യൈനാഹു, നാം അവനെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിർജീവമായി കിടന്നവൻ എന്ന് പറയുന്ന ഒരു വിവരവും ഇല്ലാത്തവന് നാം വിവരം നൽകി. ഫഅഹ്യൈനാഹു, നാം അവനെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ജഅൽനാ ലഹു, അവന് നാം നൽകി നൂറൻ യംശി ബിഹി ഫിന്നാസി. അവമൻ കാന, അവനെ പോലെ ആകുമോ? കമൻ, ഒരുത്തൻ, മസലുഹു ഫിൽ ളുലുമാതി, അവനെന്താണ്? അന്ധകാരത്തിലാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നൂറില്ലാത്തവൻ, വിജ്ഞാനം, അറിവില്ലാത്തവന്. കമൻ മസലുഹു ഫിൽ ളുലുമാതി. അതേപോലെ നിങ്ങൾ ChatGPT ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ. അപ്പം ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഈ ഭാഗമാണ്. എന്ത് ചെയ്യാ? ഇതിന്റെ കലിമാത്ത്, അതിനി മആനിൽ കലിമാത്ത്, കൊടുക്കാം. അല്ലെങ്കിൽ ഗിവ് മീ ദ മീനിങ് ഓഫ് ആയ സ്വയൻസ് ഓഫ് ഫ്രം അൽ അന്നാം. അന്നാം സൂറത്തിലെ ഇത്ര ആയത്ത് മുതൽ ഇത്രാമത്തെ ആയത്ത് വരെയുള്ള വാക്കുകളുടെ അർത്ഥം അറബിയിൽ തരാൻ പറയുക. മലയാളത്തിൽ പറഞ്ഞാലും മതി. പറയുമ്പോൾ അങ്ങോട്ട് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാലും മതി, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ അറബി പറഞ്ഞാലും മതി. എന്ത് വേണമെന്ന് പറയേണ്ടത്? എനിക്ക് അറബിയിൽ അതിന്റെ മആനിൽ കലിമാത്ത്, പദങ്ങളുടെ അർത്ഥം അറബിയിൽ തരിക എന്ന്. അപ്പൊ അതിന് ഷോർട്ട് ആയിട്ടുള്ള, വ്യാഖ്യാനത്തിലേക്ക് പോകാതെ ഷോർട്ട് ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം പറയും. അപ്പൊ ഇവിടെ ദുലുമാത്തെന്നും പിന്നെ മൈത്തത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ വിവരമില്ലായ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കാന മൈത്തൻ, നിർജീവമായവനെ പോലെയാണോ? നിർജീവമായവൻ എന്നിട്ട് എന്ത് ചെയ്തു?
അഹ്യൈനാഹു നിർജീവമായവനെ നാം എന്ത് ചെയ്തു? അഹ്യൈനാഹു നാം ഹയാത്ത് നൽകി എന്ന് പറഞ്ഞാൽ അവന് വിവരമില്ലാത്തവന് വിവരം നൽകി. ജഅൽനാ ലഹു നൂറൻ, അവന് യംശി ബിഹി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ നടക്കാനുള്ള വിവരം നൽകി. ടോർച്ച് ലൈറ്റ് നൽകിയതല്ല, നൽകാനുള്ള വിവരം നൽകി. മുമ്പ് നമ്മൾ ടോർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഡയോജനസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയോജനസ് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പട്ടാപ്പകല് മെഴുകുതിരിയും കത്തിച്ച് നടന്നെന്നാ പറയുന്നത്. എന്നിട്ട് ഓരോ ആളും ചെന്ന് നോക്കും, അയാളുടെ മുഖത്ത് നോക്കും. അപ്പോഴെന്താണ് ഒരാൾ ചോദിക്കുന്നത്, നീ എന്താണ് മെഴുകുതിരിയും തെളിച്ച് പട്ടാപ്പകല് എന്റെ മുഖത്തും നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഡയോജനസ് അയാളോട് പറഞ്ഞു, ഞാൻ മനുഷ്യനുണ്ടോ എന്ന് നോക്കിയതാണ്. മനുഷ്യനുണ്ടോ, ഇവിടെ വല്ല മനുഷ്യനുമുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പൊ ശരിയായ മനുഷ്യത്വം എന്ന് പറയുന്നതും ശരിയായ ജീവൻ എന്ന് പറയുന്നതും എന്താണ്? വിവരമാണ്, നോളജാണ്, വിവരം. അവമൻകാന മൈതൻ ഫഅഹ്യനാഹു വജഅൽനാഹു നൂറൻ ജഅൽനാ ലഹു നൂറൻ യംശി ബിഹി, അവന് നടക്കാനുള്ള പ്രകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ നടക്കാനുള്ള വിവരം കൊടുത്തു. പിന്നെ ജനങ്ങൾക്കിടയിൽ കമൻ മസ്ലുഹു ഫി ളുലുമാതി, അന്ധകാരത്തിലായവനെ പോലെ ആകുമോ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവനെ പോലെ ആകുമോ. നമ്മള് നവോത്ഥാനത്തെ കുറിച്ച് എന്താ പറയുന്നത്? 20-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനം ഉണ്ടായെന്നൊക്കെ പറയുമല്ലോ. എന്താ ഇംഗ്ലീഷ് പറയുന്നത്? റിനൈസൻസ്. അപ്പൊ റിനൈസൻസിന് എന്താ റിനൈസൻസ് എന്ന് പറഞ്ഞാല്? ആ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ വിവരം ഉണ്ടായ കാര്യമാണ് പറയുന്നത്. അവിടെ മനുഷ്യന്മാര് അതുവരെ ജീവനില്ലാതെ വന്നവരെ പുനരുദ്ധാനം ചെയ്തു, പുനരുജ്ജീവിപ്പിച്ചു എന്നല്ല. അതേപോലെയാണ് ഇവിടെ എന്താണ് കമൻ മസലുഹു ഫിൽ ളുലുമ. അതും റിനൈസൻസിന് മുമ്പ് എന്ത് പറയും നമ്മൾ? ഡാർക്ക് ഏജ് എന്ന് പറയും. ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ ഉദിച്ചില്ല എന്നല്ല എൻ്റെ അർത്ഥം. അവിടെ അതാണ് ഇവിടെ ഈ ഖുറാന്റെ ഒക്കെ ഉപമകൾ പഠിച്ചിട്ടായിരിക്കും അവരെ ഡാർക്ക് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ മസ്ലുഹു ഫിൽ ളുലുമാത്ത്, അവൻ അന്ധകാരത്തിലായിരുന്നു. ലൈസ ബിഖാരിജിൻ മിൻഹ, അവൻ അതിൽ നിന്നും പുറത്തു കിടക്കുന്നില്ല, അന്ധകാരത്തിൽ നിന്നും പുറത്തു കിടക്കുന്നില്ല. അപ്പോ വിവരമില്ലായ്മയിൽ മുങ്ങിക്കുളിക്കുകയും അതിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമില്ലാത്തവനെയും പോലെ ആകുമോ നാം വിവരം നൽകി വഹി നൽകുകയും ആ വഹിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഒരു ദൂതനെ നൽകുകയും പ്രവർത്തിക്കാനും അത് വിശദീകരിക്കാനും ഒരു ദൂതനെ നൽകുകയും ആ ദൂതൻ അവർക്കിടയിൽ അവരെ പോലെ ജീവിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ പോലെ ആകുമോ മറ്റൊരു സമൂഹം. ഇവിടെയാണ് നമ്മൾ മുസ്ലിങ്ങളുടെ നോളജിനെയും അവർക്കുള്ള വിവരത്തെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറമുള്ളവൻ എന്താണ് അവസ്ഥ? അവരാണ് അന്ധകാരത്തിൽ. അപ്പൊ തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ് ഞങ്ങളാണ് വിവരമുള്ളവര്. അപ്പൊ എന്താണ്? അതെന്തുകൊണ്ടാ? കദാലിക്ക, അപ്രകാരം സുയ്യിനലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെക്കുന്നവർക്ക് നാം എന്ത് ചെയ്തു? അലങ്കൃതമാക്കി കൊടുത്തു. ഇതാണ് സംഭവം, ഇതാണ് നല്ലത് എന്ന് അവർക്ക് അലങ്കൃതമാക്കി കൊടുത്തു. അവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അതായത് ഇതുവരെ ഭാവി തന്നെ എല്ലാം മനസ്സിലാവും, എല്ലാം ബോധ്യമാവും. അതായത് AI വരുമല്ലോ, നിർമ്മിത ബുദ്ധി വരും. ആ നിർമ്മിത ബുദ്ധി എന്തുണ്ടാകും? ആ നിർമ്മിത ബുദ്ധി മനുഷ്യനെ കീഴടക്കും. മനുഷ്യനെ കീഴടക്കുമ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാവും ഒറിജിനൽ ബുദ്ധിമാൻ ആര്, ഒറിജിനൽ മനുഷ്യത്വമുള്ളവൻ ആര് എന്ന് അപ്പോൾ മനസ്സിലാവും. കാരണം ഈ പഠനങ്ങളൊക്കെ തീരും. പഠനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ജോലിക്ക് വേണ്ടിയാണ്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജോലിക്ക് വേണ്ടിയാണ്. അപ്പൊ പഠിച്ചതുകൊണ്ട് ജോലി കിട്ടൂല എന്നൊരു അവസ്ഥയിലേക്ക് വരും. പഠിച്ചതുകൊണ്ട് ജോലി കിട്ടില്ല, കാരണം ജോലിയെല്ലാം ChatGPT അല്ല AI ഉണ്ടാക്കിയെടുക്കുന്ന റോബോട്ടുകളുമായാണ് പണിയെല്ലാം ചെയ്യുന്നത്. അവന് മനുഷ്യന്മാർക്ക് പണിയില്ല. പണിയില്ലാത്ത ഒരു മടയന്മാരുടെയും ഒരു സമൂഹമാണ് പിന്നീട് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ പണി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പഠിക്കുന്നത്? അതേസമയത്ത് പുരാതന കാലത്തൊക്കെ പഠിച്ചിരുന്നവർ എന്തിനാണ് പഠിച്ചിരുന്നത്? അവർ ജോലിക്ക് വേണ്ടിയാണോ പഠിച്ചിരുന്നത്? അവര് മനുഷ്യനാകാൻ വേണ്ടിയാണ് പഠിച്ചിരുന്നത്. അങ്ങനെ മനുഷ്യനാകാൻ വേണ്ടി പഠിക്കുന്ന ഒരു കാലം പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന പറയും. അപ്പൊ മനസ്സിലാകും ആരാണ് യഥാർത്ഥത്തിൽ ഹയാത്തുള്ളവരെന്നും യഥാർത്ഥത്തിൽ ജീവനില്ലാത്തവരെന്നും മനസ്സിലാകും. അപ്പോ മറ്റവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരം എന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. കാനൂ യഅ്മലൂൻ കദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും കദാലിക ജഅൽനാ, നാം എന്ത് ചെയ്തു? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഫീക്കുല്ല കറിയത്തിൻ അക്കാബിറ. അക്കാബിർ കബീറിന്റെ ബഹുവചനമാണ് അക്കാബിറു. കബീറും അക്കാബിറു. അപ്പൊ എന്താണ്? വലിയ വലിയ ആൾക്കാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മേലാളന്മാരെ. എങ്ങനെയുള്ള മേലാളന്മാരാണ്? അക്കാബിറ മുജ്രിമീ ഹ. മുജ്രിമീഹ ഹായിലേക്ക് ഇളാഫത്ത് ചെയ്തതോടുകൂടി മുജ്രിമീനയുടെ ന്യായം പോയി. അക്കാബിറ മുജ്രിമീന കുറ്റവാളികളുടെ മേലാളന്മാരെ ഉണ്ടാക്കി. കുറ്റവാളികളുടെ മേലാളന്മാരെ ഉണ്ടാക്കി വെക്കും. കെങ്കേമന്മാരെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ മേലാളന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ അല്ലെങ്കിൽ കേമന്മാരെയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്തിന്റെ കേമന്മാരെ? മുജ്രിമീന, മുജ്രിമീനയുടെ കേമന്മാരാണ്. കുറ്റവാളികളുടെ കേമന്മാർ, കുറ്റവാളികളുടെ മേലന്മാർ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവരിൽ മികച്ച ആൾക്കാരെ. കാബിറ മുജ്രിമീഹ. എന്താണ് അവരെന്താ ചെയ്യുന്നത്? മുജ്രിമീഹ എന്ന് പറഞ്ഞാൽ ആ കറിയത്തിലേക്കാണ് ഹാ മടങ്ങുന്നത്. ആ കറിയത്തിലെ കുറ്റവാളികളുടെ നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുറ്റവാളികളെ എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും എന്ത് ചെയ്യും? ജാലിന നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പട്ടണത്തിലെ ഈ അക്കാബിറ മുജ്രിമീൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ജാലിന ഈ കുല്ലി കറിയത്തിൽ എന്നല്ലേ പറഞ്ഞത്? എല്ലാ കറിയത്തിലും നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അക്കാബിറ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിവരം ഇരിക്കുന്നത്. കറിയത്തിന് അക്കാബിറ മുജ്രിമീഹ കുറ്റവാളികളുടെ മേലാളന്മാർ. ഒരാളല്ല, കബീറല്ല, അക്കാബിറ. ഇവിടെ പരിഭാഷ എഴുതിയിരിക്കുന്നത് നാം എല്ലാ നാട്ടിലും അതിലെ കെങ്കേമന്മാരായ ധിക്കാരികളെ എന്നാണ്. മുജ്രിം അറിയാമല്ലോ, കുറ്റവാളി അല്ല ബഹുജനമാണ് മുജ്രിമീന. മുജ്രിമീനയിലെ അക്കാബിറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ലി യംകുറു ഫിഹ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ബക്കറ യംകുറു എന്താണ്? കുതന്ത്രം പ്രയോഗിച്ചു. അവരവിടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അവരവിടെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ അക്കാബിറ മുജ്രിമീൻ ആരാണെന്നും അവർ ചെയ്യുന്ന കുതന്ത്രം എന്താണെന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴേ നമ്മൾ വിലക്കൊള്ളുന്നത് എന്തിലാണ് എന്ന് നമുക്ക് ബോധ്യം വരുള്ളൂ. അവരുടെ ഒഴുക്കിനത്താണ് പോകുന്നതെങ്കിൽ ആ അക്കാബിറ മുജ്രിമീന്റെ കൂടെ നമ്മളും പോകും. അപ്പോ വൈനകത്ത് മോഹം ഇന്നക്കും മുഷീക്കുനാവും. അവരാരോടാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത്? ഇല്ലാബി അംഫസിഹിം. അവരോട് തന്നെയാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവര് കുതന്ത്രം പ്രയോഗിക്കുന്നതിലെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന അവർ തന്നെയാണ്. അവര് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഭവിഷ്യത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ കോൺസിക്വൻസ് ഓരോന്നും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതിന്റെ കോൺസിക്വൻസ് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ അക്കാബിറ മുജ്രിമീനയിലെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ചതിന്റെ കോൺസിക്വൻസ് ആണ് പിൻഗാമികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉണ്ടാക്കി വെക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ വീണ്ടും വരുന്നവര് അനുഭവിച്ചുകൊണ്ടിരിക്കും. വമാ യശ്ഉറൂൻ. അവരിതൊന്നും അറിയുന്നില്ല. പറഞ്ഞാലും അവർക്ക് ബോധ്യം വരില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സയന്റിഫിക്കലി തെളിയിച്ചു കൊടുക്കുകയാണ്. ശാസ്ത്രം തന്നെ തെളിയിച്ചു കൊടുക്കുന്നു. പക്ഷെ ശാസ്ത്രം തെളിയിച്ചു കൊടുത്തിട്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല? അവരതനുസരിച്ച് ചെയ്യുന്നില്ല. ജാഅത്തുഹും ആയത്തുൻ. ഒരു ദൃഷ്ടാന്തം അവരുടെ അടുക്കൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു ദൈവിക സൂക്തം അവരുടെ അടുക്കൽ വന്നാൽ, ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ്, ഒരു സൂക്തം അവർക്ക് ലഭിച്ചാൽ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. അവർ പറയും ഖാലൂ എന്ന് പറഞ്ഞാൽ പാസ്റ്റൻസ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് തന്നെ. ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഹത്താ നുഅ്ത. ഈ കർമ്മണി പ്രയോഗങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ട് നമ്മൾ
പഠിക്കണം. അപ്പോ നുഅ്തി നാം നൽകുന്നു, നുഅ്ത നാം നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നു. ഹത്താ നുഅ്ത നമുക്ക് ലഭിക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെടുന്നതുവരെ. മിസ്ലമാ ഊതിയ റസൂലുള്ള മുൻകഴിഞ്ഞു പോയ റസൂലുമാരുണ്ടല്ലോ. നമുക്ക് ഖുർആനിൽ തന്നെ ഒരുപാട് തെളിവുകൾ ദൃഷ്ടാന്തങ്ങളെ കാണിച്ച മൂസ അലൈഹിസ്സലാം, അതേപോലെ ഈസാ നബി അലൈഹി സ്വലാം കാണിച്ച ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് ഉദാഹരണങ്ങളിലൂടെ പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ചില പ്രത്യക്ഷമായ അടയാളങ്ങൾ, മൊയ്ജിസാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അടയാളങ്ങൾ നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നവർ പറയും. അല്ലാഹു അഅലം ഹൈസു യജഅലു റിസാലതഹു. അവരെത്രത്തോളം പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ ദൂതനാക്കിയെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ദൂതനാക്കുന്നില്ല? ഈ തായിഫിലും മക്കയിലും ഒക്കെയുള്ള വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഈ വാപ്പ ഇല്ലാത്ത, പണവും പ്രതാപവും ഇല്ലാത്ത മുഹമ്മദിനെ തന്നെ ആക്കണമെന്ന് എന്തായിരുന്നു നിർബന്ധം? ഞങ്ങൾ ഈ കറിയത്തേനി അളീമേൻ എന്നൊക്കെ പറഞ്ഞു, ഈ രണ്ട് പട്ടണങ്ങളിലും മക്കയിലും ത്വായിഫിലുമുള്ള വേറെ വല്ല പ്രമാണിമാരെയും വലിയ വലിയ നേതാക്കന്മാരെയും ഒന്നും എന്തുകൊണ്ട് ദൂതനാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ മറുപടിയാണ് പറയുന്നത്, അള്ളാഹു അലമു, അള്ളാഹ് നന്നായി അറിയുന്നത്. ഹൈസു യജാലു, ഹൈസു എപ്രകാരമാണ്, എങ്ങനെയാണ് യജാലു ആക്കേണ്ടത്, റിസാലത്തഹു അവന്റെ ദൗത്യം, റിസാലത്തഹു അവന്റെ ദൗത്യം റിസാലത്തഹു എന്ന് പറഞ്ഞാൽ അവൻ റസൂലുമാരെ അയക്കുന്ന ആ ദൗത്യം, ആ ഏത് റസൂലിനെ തിരഞ്ഞെടുക്കണമെന്ന് അള്ളാഹ്ക്കാണ് അറിയുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞ ആയത്തുമായി കണക്ട് ചെയ്യണമെങ്കിൽ അള്ളാഹ് റസൂൽ എന്നെ അയക്കുമ്പോഴാണല്ലോ, റസൂലിനെ അനുസരിക്കുമ്പോൾ ഈ റസൂൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാന്ന് പറയുന്നത്. ഈ റസൂല് മുമ്പുള്ള റസൂലിൽ നിന്ന് കൊണ്ടുവന്നത് പോലുള്ള ദൃഷ്ടാന്തങ്ങളെ കാണിക്കട്ടെ, എന്നാലും ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞ് ആരെ എങ്ങനെ റസൂലാക്കണം എന്നത്, ഇരിസാലത്ത് എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് എന്ന് അള്ളാഹ്ക്ക് നന്നായി അറിയാം. സയുസീബുല്ലദീന അജ്റമൂ, അല്ലദീന അജ്റമൂ നേരത്തെ അക്കാബിറ മുജ്രിമിയൊക്കെ പറഞ്ഞു. അല്ലദീന അജ്റമൂ കുറ്റവാളികൾ, സയുസീബു അവർക്കെന്ത് ലഭിക്കും? യുസീബു ബാധിക്കും, അസാബ് യുസീബു. സഗാറുന്നാണ് അവർക്ക് എന്താ ലഭിക്കുന്നത്? സഗീർ ആകുന്ന അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ കൊച്ചായി പോകുമെന്ന് പറയില്ലേ, അതിനെയാണ് സഗീറിനെ ഇവിടെ സിഗാർ എന്നായിട്ടുണ്ട്. സിഗാറുൻ ഇൻദല്ലാഹി, അള്ളാഹിന്റെ അടുക്കൽ നിന്യത ലഭിക്കും. ദില്ലത്തിൽ അവരുടെ അടുക്കൽ അതായത് സൃഷ്ടാവും യഥാർത്ഥ ഇലാഹുമായതിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, അവരുടെ അടുക്കൽ ഈ നിയമദാതാവിന്റെ അടുക്കിലേക്ക്, ഒറിജിനൽ നിയമദാതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നിന്യതയായിരിക്കും ഉണ്ടാവുക. കാരണം അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, എന്നിട്ടും അവരതിനനുസരിച്ച് ജീവിക്കാൻ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ അതിനെ അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വശംബദ്ധരായി കഴിഞ്ഞുകൂടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് അള്ളാഹിന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല, അവർക്ക് നിന്യതയാണ് ഫലം. അവർക്ക് ഞെളിഞ്ഞു നിൽക്കാൻ, അവിടെ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ യാതൊരു പരിഗണനയുമില്ല, ഒരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് അവിടെ ഇല്ല. മറിച്ച് എന്താണ്? നിന്യതയാണ് അവർക്കുണ്ടാകുന്നത്. സഗാറുൻ ഇൻദല്ലാഹി മാത്രമല്ല അസാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയും ഉണ്ടാകും. ബിമാ കാനൂ യംകുറൂൻ, എന്തൊക്കെ മക്കറാണ് അവർ ചെയ്തിരുന്നത്, അവരെന്തെല്ലാം കുതന്ത്രങ്ങൾ ചെയ്തിരുന്നുവോ അതിനൊക്കെയും അവർക്ക് അസാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. എന്താ മനസ്സിലാക്കാനുള്ളത്? ഇതിലൊന്നും കെട്ടിക്കൊടുക്കുള്ള വ്യാകരണങ്ങളൊന്നും ഇല്ല, ഗ്രാമറുകളൊന്നും ഇല്ല. എല്ലാം ഇതാണ്, ശേലും ഫാലും മഫൂലും ഉള്ള കാര്യങ്ങളേ ഉള്ളൂ.
സയുസീബുല്ലദീന അജ്റമു സഗാറൻ എന്ന് പറഞ്ഞെടുത്ത് ഫേലും ഫാലും മഫ്ഊലും എന്താണ്? ഫേലും ഫാലും മഫ്ഊൽ ബിഹി. സയുസീബു, യുസീബു ബാധിക്കും അല്ലേ? ആർക്ക് ബാധിക്കും? അതിന്റെ മഫ്ഊലും ബിഹി ഏതാണ്? അല്ലദീന. അല്ലതി അല്ലദീന ഒരു കൂട്ടർ. പിന്നെ ആ ഒരു കൂട്ടർ ആരാണെന്നാണ്? അജ്റമു എന്ന്. അല്ലദീന അജ്റമു. അപ്പൊ അതിന്റെ കർത്താവ് യുസീബുവിന്റെ കർത്താവ് എന്ത് ബാധിക്കും? അതാബ്. അല്ല, സഗാറിനാണ് ബാധിക്കുന്നത്, നിന്ദ്യതയാണ് ബാധിക്കുന്നത്. എന്തല്ലാഹി വഅദാബുൻ. പിന്നെ വാവ് ഉപയോഗിച്ച് സഗാറിനോട് ബന്ധപ്പെടുത്തുകയാണ് അജാബിൽ. അജാബ് അതിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അജാബിൽ റഫ്അ്. അജാബ് നേരിട്ട് അതിന്റെ മഫ്ഊൽ ബിഹി അല്ലേ. മഫ്ഊൽ ബിഹി സഗാറിനാണ്, സഗാറിനോട് ബന്ധപ്പെടുത്തി ആത്തുഫ് ചെയ്യുകയാണ്. ആത്തുഫമാണ് വാവ് ഉപയോഗിച്ച്. പിന്നെ ഷദീദ് എന്താണ്? അജാബിൻ ഷദീദിന്റെ ഷദീദ് എന്താണ്? അതിന്റെ നഅത്താണ്, അതിന്റെ വിശേഷം. അജാബിൻ ഷദീദ് ബിമാ കാനൂ. അതേപോലെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഗ്രാമർ, കാര്യമായ ഗ്രാമർ. ജഅൽന എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ മഫ്ഊൽ ബിഹി ഉണ്ട്. ജഅൽനയ്ക്ക് എന്തുണ്ട്? അക്കാബിറ. ജഅൽനാക്കി അക്കാബിറ. അപ്പൊ ഒരു മഫ്ഊൽ ബിഹി ഉള്ളൂ. ജഅലക്ക് ചില സ്ഥലങ്ങളിൽ രണ്ട് മഫ്ഊൽ ബിഹി. ഇവിടെ ഉണ്ടാക്കി വെച്ചു, അവര് വേറൊന്നാക്കി മാറ്റി എന്ന് പറയുന്നത്. ജഅൽന നാം ഉണ്ടാക്കി വെച്ചു അക്കാബിറ, മേലാവന്മാരെ അല്ലെങ്കിൽ കേമന്മാരെ. ജഅൽനയുടെ മഫ്ഊൽ ബിഹി. സഗാറു എന്ന് പറഞ്ഞതും സിഗാറു എന്ന് പറഞ്ഞതും ഒന്നാണോ? അതല്ല, സഗീറിന്റെ ബഹുജനമാണ് സിഗാർ. സഗീറിന്റെ ബഹുജനമാണ് സിഗാർ. സഗീർ എന്ന് പറഞ്ഞാൽ ചെറിയ ആള് അല്ലെങ്കിൽ ചെറുത്, ചെറിയ വസ്തു. സഗീർ അതിന്റെ ബഹുജനമാണ് കസ്റുള്ള സിഗാർ. സഗാറുൻ എന്ന് പറഞ്ഞാല് നിന്ദ്യതയാണ്, ദില്ലത്ത്. നമ്മൾ പറയല്ലോ ആള് കൊച്ചായി പോയി എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അവള് ചെറുപ്പമല്ല ഉദ്ദേശിക്കുന്നത്. അർത്ഥം എന്താണ്? അവിടെ ആളെ അവന്റെ അടുക്കൽ മോശക്കാരനായി എന്ന്, ആ രീതിയിലാണ് സ്വകാരൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കമാ റബ്ബയാന സിഗാറ. അപ്പൊ എന്താണ്? കമാ റബ്ബയാനി സഗീറ എന്നാണ് ഖുർആനിൽ വന്നത്. കമാ റബ്ബയാനി സഗീറ എന്നാണ് ഖുർആനിൽ വന്നത്. അപ്പോ റബ്ബയാനി എന്നതിന് വരെ റബ്ബയാന സിഗാറൻ എന്ന് അതിനെ ബഹുമാനമാക്കി പറയും. അത് ഇതല്ല, ഇത് സഗാറുൻ എന്നാണ്, നിന്ദ്യത എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തത്. ക്ലാസ് സഗാറുൻ. അപ്പൊ ഞാൻ ചാറ്റ് ജിപിടി അടിച്ചു നോക്കിയതാണ്. ഇതിന്റെ മആനിൽ കലിമാത്ത് തരാൻ പറഞ്ഞു. ആയത്തിനി മആനിൽ കലിമാത്ത് മിൻ ആയത്തി സ്വയൻസോ ഇല ആയത്തി എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ അൻആം എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ വാക്കിന്റെ അർത്ഥം വരും. അപ്പൊ എന്താ പറഞ്ഞു? സഗാറുൻ ദുല്ലുൻ വ ഹവാനുൻ എന്നാ അവിടെ വരും. ദില്ലുൻ വ ഹവാനുൻ, നിന്ദ്യതയും. ഹൗൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യത തന്നെയാണ്, മോശക്കാരനാകുന്ന അവസ്ഥ. അതാണ് സഗാർ എന്ന് പറയുന്നത്.
വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആൻ എല്ലാവരും വായിക്കാനും പഠിക്കാനും ഇതിന്റെ പ്രകാശത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിന്റെ ശരിയായ അറിവനുസരിച്ച് ജീവിക്കുക. അതിലൂടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് 100 MCD എന്ന് പറഞ്ഞു, ആ 100 ഉണ്ടാകും. 100 ആണ് വിജ്ഞാനത്തെ കുറിച്ച് അവിടെ 100 എന്നാണ് പറഞ്ഞത്. 100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വിജ്ഞാനം അകത്തേക്ക് കയറും. അകത്തേക്ക് കയറുമ്പോൾ പ്രകാശം ഉണ്ടാകും, പുറത്തേക്ക് പ്രകാശം ഉണ്ടാകും. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന, ഒരാൾക്ക് ലഭിച്ച അറിവ് മുഖേന മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ പകർന്നു ലഭിക്കുന്ന ഒന്നാണ് അറിവ്. അപ്പോ വെളിച്ചം കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന് പറഞ്ഞതുപോലെ ആ വെളിച്ചത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ വെളിച്ചമുണ്ടെങ്കിൽ അവൻ ആ സമൂഹത്തില് വെളിച്ചപ്പാടായിരിക്കും. ആ നിലയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ നമ്മുടെ അസ്തിത്വം അവിടെ അടയാളപ്പെടുത്താൻ കഴിയും. അങ്ങനെ ആർജവത്തോടുകൂടി അന്തസ്സോടുകൂടി ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകണം. മറിച്ച് കാലത്തിനൊത്ത് ഒഴുക്കിനൊത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എവിടെയും അറിയപ്പെടുകയും നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും നമ്മുടെ ഐക്യം സൂക്ഷിക്കുന്നതിനും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിലാണ് നമ്മുടെ സഹോദരന്റെ നമ്മളെ ഏതോ ഒരു ബന്ധത്തിലുള്ള ഒരു സഹോദരനെ ആയിരിക്കും ഒരാളെ വന്നിട്ട് എന്ത് ചെയ്യാ, നിന്ദിക്കുകയും മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അയാള് പരദേശിയല്ല അല്ലെങ്കിൽ ആദേശിയല്ല, ആ കുടുംബക്കാരനല്ല എന്ന് ചെയ്യും. അവസാനം അയാളുടെ അടുത്തേക്ക്, നമ്മുടെ അടുത്ത ബന്ധുവിന്റെ അടുത്തേക്ക്, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. അവസാനം നമ്മുടെ മേക്കിട്ട് തന്നെ കയറും. അപ്പോഴാണ് നമ്മൾ രോഷം എന്താ പറയാ എന്നൊക്കെ പറയും. അപ്പോഴും നമ്മൾ ശത്രുവിനെ നമ്മൾ വിട്ടുകളയില്ല. ശത്രുവിനെ ശത്രുവായി കാണുകയും അവരെ നയതന്ത്രത്തോടുകൂടി അകറ്റി നിർത്തുകയും, തന്ത്രപൂർവ്വം ശത്രുവിനെ ശത്രുവായി കാണുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഇജ്ജത്തോടുകൂടിയും പ്രതാപത്തോടുകൂടിയും ജീവിക്കാൻ കഴിയും. നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين. رب العالمين. اللقاء باذن الله. والسلام عليكم ورحمه الله وبركاته. وعليكم السلام. وعليكم السلام.